നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 13, 14 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 13 വെളുപ്പിന് 2:27 AM മുതൽ മെയ് 14 രാത്രി വ്യാഴം മാറുന്ന 10:07 PM വരെ ഉള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പറയാം. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ദക്ഷിണ കൊടുത്തിട്ടേലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് മെയ് 18 ശേഷം അല്പം ബെറ്റർ ആയിട്ടുള്ള ടൈം വരികയാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും വ്യാഴം 14 തീയതി രാത്രി 10:07 PM വരെ അനുകൂലമാണ്. അതിനുശേഷം അനുകൂലമല്ലാതാവും. ഏകദേശം 2 വർഷത്തോളം വ്യാഴം അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് മേടം രാശിക്ക്. എങ്കിലും ഈ ദിവസങ്ങളിൽ മേടം രാശിക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ശുക്രനും അനുകൂലമാണ്. എങ്കിലും പൊതുവെ 6 ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുമ്പോൾ നമുക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അല്പം ദോഷാധിക്യമുള്ളതൊക്കെ മറികടക്കാൻ പറ്റും. മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ഈ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു, വ്യാഴവും പ്രതികൂലമാണ് 14 തീയതി രാത്രി വരെ. അതിനുശേഷം ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം വരും. അപ്പോൾ അത് വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. അത് കൂടാതെ തന്നെ 6 ഗ്രഹങ്ങളോളം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അത് മെയ് 18 വരെ സർപ്പം അഥവാ രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് മെയ് 18 വരെ ഈ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അതുകൂടാതെ ശനിയും ശുക്രനും സർപ്പവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഇടവൻ രാശിക്ക് നിൽക്കുന്നത്. അപ്പോൾ അത്യധികം നേട്ടങ്ങൾ ഉണ്ടാവും. അതായത് ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ചൊവ്വ, ശനി, അതുപോലെ സർപ്പം, ശുക്രൻ ഇവയൊക്കെ ഒരുമിച്ച് അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും, ബന്ധങ്ങൾ സുദൃഢമാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അത് മെയ് 15 തൊട്ട് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറും.
തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് നിസ്സാരമായി മറികടക്കാൻ പറ്റും. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. തൊഴിൽ പ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിപുണയോഗം, ബുധാദിത്യ യോഗം നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ മേടമാസം മുഴുവൻ എന്ന് പറയുമ്പോൾ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ശേഷം സൂര്യൻ ഇവർക്ക് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വരും. അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. കണ്ടകശനിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വ്യാഴവും ഇപ്പോൾ വ്യയസ്ഥാനത്ത് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. ഇനി കർക്കിടകം രാശി. പുണർതം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. എങ്കിലും തിരക്കുകൾ കൂടാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ. എങ്കിലും അതൊക്കെ പോസിറ്റീവായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ചെയ്യുകയുള്ളൂ. പിന്നെ ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാപരമായ രംഗങ്ങളിലും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക മേഖലയും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ നേട്ടമുണ്ടാവും. വ്യാഴവും ശുക്രനും അനുകൂലമായതിനാൽ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാവും. എങ്കിലും 14ാം തീയതി രാത്രി വ്യാഴം പ്രതികൂലമായിട്ട് മാറുകയാണ്. അത് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ പിതൃഗുണം, സന്താനങ്ങൾ വഴി നേട്ടം, ഇതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ശനി 9ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം തരും. എങ്കിലും ചൊവ്വ ഇവിടെ ലഗ്നത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് മാത്രമേ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ളൂ. അപ്പോൾ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായതിനാൽ അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. എങ്കിലും വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചോടിക്കുക. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ശനി, സർപ്പം, ചൊവ്വ ഈ 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ദോഷാധിക്യമുള്ള ദിവസമാണെന്ന്. ഇവർ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നന്മയുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും വാക്കുകളും കൊണ്ട് ഈശ്വരനെ ഭജിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ 15ാം തീയതി മുതൽ ചെയ്തു തുടങ്ങാം. കാര്യം വ്യാഴം അനുകൂലമായിട്ട് വരും. അതുമാത്രമല്ല, അഷ്ടമ രാഹു 18ാം തീയതി മാറുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സമയമാണ്. 15ാം തീയതി മുതൽ പ്രായോഗികമായിട്ട്. ഓക്കെ. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ പറയുന്നത്. തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. അത് കാരണം വ്യാഴവും ചൊവ്വയും ബുധനുമൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് മറികടക്കാൻ ഇവർക്ക് സാധിക്കും.
എങ്കിലും 7ാം ഭാവത്തിൽ ശനിയും സർപ്പവും നിൽക്കുന്നതിനാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് വിവേകപൂർവം ഇവർ മറികടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് തീർച്ചയായിട്ടും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. ഇനി തുലാം രാശി. ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. മെയ് 15 തൊട്ട് ഇവർക്ക് ഘനഗംഭീര നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് 14-ാം തീയതി രാത്രി 10 മണിക്ക് വ്യാഴം മാറുന്നു, അനുകൂലമായിട്ടാണ്, ഭാഗ്യസ്ഥാനത്തേക്കാണ്. അപ്പോൾ ശനിയും സർപ്പവും വ്യാഴവും കേതുവും ഒക്കെ അനുകൂലമായിട്ട് വരും 18-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ തന്നെ കണ്ടു തുടങ്ങും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി, സർപ്പം, ചൊവ്വ, ശിഖി ഇവയൊക്കെ ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന ഏത് കർമ്മത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. ഇവരുടെ നല്ല കാലം, ഏറ്റവും നല്ല കാലം വരാൻ പോവുകയാണ് 15-ാം തീയതി മുതൽ. ഓക്കെ, തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇടവത്തിൽ സൂര്യൻ വരാൻ പോവുകയാണ്, അഷ്ടമത്തിൽ. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ വരാം. അത് പക്ഷേ ഇവർക്ക് മറികടക്കാൻ പറ്റും. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യം പ്രധാനമായിട്ട് പറയേണ്ടത് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണെന്ന് മാത്രമല്ല, ഇവർക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനി ഇവിടെ 5-ാം ഭാവത്തിൽ നിൽക്കുകയാണ്, പൂർവ്വ പുണ്യ സ്ഥാനത്ത്. അപ്പോൾ ശനി ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കൊടുക്കുന്നത്. എങ്കിലും ഇവർക്ക് വ്യാഴം മെയ് 15-ന് അഷ്ടമത്തിൽ വരും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങൾ കൂടിയേ, ഈ 13-ും 14-ും തീയതികൾ കൂടി മാത്രമേ വ്യാഴം അനുകൂലമായിട്ടുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. വൃശ്ചികം രാശിക്ക് 13, 14 തീയതികൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനു രാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. എങ്കിലും മെയ് 15 മുതൽ വ്യാഴം അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും കണ്ടകശനി തുടരും. അത് ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി തീർച്ചയായിട്ടും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇനി മെയ് 15 തൊട്ട് പൊതുവെ ധനുരാശിക്ക് നേട്ടങ്ങളുടെ കാലം തുടങ്ങുകയാണ്. കാരണം മെയ് 18-ാം തീയതി രാഹു അനുകൂലമായിട്ട് വരും, 1.5 വർഷം. അപ്പോൾ ഏകദേശം 1 വർഷം ഇവർക്ക് വ്യാഴവും രാഹുവും അനുകൂലമായിട്ട് വരുന്നു. ദീർഘകാലം ഒരേ രാശിയിൽ തുടങ്ങുന്ന വ്യാഴവും രാഹുവും അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇവർക്ക് അപ്രതീക്ഷിത ധനലാഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ദിവസങ്ങൾ മെയ് 13, 14 തീയതികൾ പ്രതികൂലമാണ്. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചോടിക്കുക. അതുപോലെ തന്നെ അഗ്നി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. പൊതുവെ ധനുരാശിക്ക് ദോഷാധിക്യമാണെങ്കിലും അത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മറികടന്ന് നല്ലൊരു കാലത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താം. ധനുരാശിക്ക് മെയ് 15 തൊട്ട് അടിപൊളി ദിവസങ്ങളായിരിക്കും. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്.
7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് തൽക്കാലം കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാൻ പറ്റിയ ദിവസങ്ങളാണ്. പക്ഷേ മെയ് 15 തൊട്ട് വ്യാഴം അനുകൂലമല്ലാതാവും, 6-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ 2 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ ഒക്കെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നല്ല അടിപൊളി ദിവസങ്ങളാണ് മകരം രാശിക്ക് ഈ ദിവസങ്ങൾ. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങളുമായിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇവർക്ക് ഈ ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ പറയാം. ഇവർക്ക് മെയ് 18-ാം തീയതി ജന്മരാഹു മാറിക്കിട്ടും. അപ്പോൾ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. എങ്കിലും ജന്മശനി തുടരും. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ഈശ്വരനെ ഭജിച്ച് അല്പം ദോഷാധിക്യമുള്ളതൊക്കെ മാറ്റിയെടുത്ത് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 13/5/2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 4, 3, 5, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/5/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 2, 9, 8, 4 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം നോക്കാം. 13-14 തീയതികളിൽ രാവിലെ 4:31 AM മുതൽ 5:19 AM വരെയാണ് 13-14 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 13-ാം തീയതി ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് 13-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 14-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 13-ാം തീയതി ഉച്ചയ്ക്ക് 3:30 PM മുതൽ വൈകിട്ട് 5:04 PM വരെ 13-ാം തീയതി രാഹുകാലമാണ്. 14-ാം തീയതി ഉച്ചയ്ക്ക് 12:23 മുതൽ ഉച്ചയ്ക്ക് 1:56 PM വരെയാണ് 14-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ 13-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 14-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.